അസ്സലാമുഅലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരേ മാവിൽ നിന്ന് തന്നെ 4 വ്യത്യസ്ത രുചിയുള്ള പൊറോട്ടകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള പൊറോട്ടകൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ പൊറോട്ടക്കുള്ള മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. മൈദ ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഓയിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ. ഇത് കാണിക്കാത്ത ഞാൻ നേരത്തെ പൊറോട്ടയുടെ റെസിപ്പിയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് പരത്തി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ചപ്പാത്തി റോളർ വെച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മാവ് കുഴക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് മാവ് കിട്ടുക. ഒരുപാട് സമയം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കനം കുറഞ്ഞിട്ട് കിട്ടും. ഇനി ഞാനിവിടെ 2 ചീസ് ക്യൂബാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ചീസ് വെച്ചിട്ട് ഇത് ചെയ്യാം. മൊസറോള ചീസോ ചെഡർ ചീസോ ഒക്കെ ആണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് ഇട്ടെടുത്താൽ മതി. അപ്പോൾ ചീസും കൂടെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തിട്ട് മാക്സിമം നമ്മൾ നന്നായിട്ട് തന്നെ നീളത്തിലാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് സാധാരണ നമ്മൾ പൊറോട്ട ചുരുട്ടിയെടുക്കുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ ചുരുട്ടിയത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ഉള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓണിയൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഓണിയൻ ഫില്ലിംഗ് ആണ് കേട്ടോ. അതിലേക്ക് ഇനി വേറെ സ്പൈസസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ പൊറോട്ട പരത്തിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഇങ്ങനെ തേച്ചിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഓയിൽ തന്നെ നമ്മൾ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ആ ഉള്ളിയുടെ ആ ഒരു മസാല അതിലേക്ക് ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം. ഒരുപാട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളിതിൽ ഫില്ലിങ് വെച്ചുകൊടുക്കാനായിട്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതും ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണിയൻ പൊറോട്ടക്കുള്ള മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്നും വെക്കാതെ 2 കൂടെ നമുക്കിതുപോലെ പരത്തി ചുരുട്ടിയെടുക്കണം. ഒന്ന് നമുക്ക് ഗാർലിക് പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒന്ന് നമുക്ക് എഗ് പൊറോട്ട കേട്ടോ, മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചതൊന്ന് ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്, ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. തുണിയോ റാപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇതുപോലെ 2 കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഫില്ലിങ് വെച്ചിട്ടുണ്ട്, 2 ഫില്ലിങ് ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ചുരുട്ടി വെച്ചതിന് ശേഷം ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ചുരുട്ടുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി വെക്കാം. ഇല്ലെങ്കിൽ ഓരോന്ന് പരത്തിയിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് ചുട്ടെടുത്താലും മതി. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നിച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരുപാട് പൊറോട്ടയുടെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ചീസ് പൊറോട്ട അതുപോലെ ഒനിയൻ പൊറോട്ടയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഉള്ളിൽ ഫില്ലിങ്ങുള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോന്നും ചൂടായ തവയിലിട്ടിട്ട് ചുട്ടെടുക്കാം. ഇത് നമ്മൾ ഫില്ലിംഗ് ഒന്നും ഇല്ലാണ്ട് പരത്തിയെടുത്തിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. ഇത് നമ്മൾ മുട്ട പൊറോട്ടക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഭാഗം ഒന്ന് വെന്ത് വന്നിട്ട് ഒരു മുട്ട കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും പറയാത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഒരുപാട് ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചുട്ടെടുക്കാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രം. അപ്പോൾ ഒരു ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ വേണമെങ്കിൽ ഒഴിച്ചിട്ടും നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും കഴിക്കാനായിട്ട്.
അപ്പം ഞാനിവിടെ ഓരോന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. 2 ഭാഗവും കുക്കാക്കി എടുക്കുക മുട്ട ഒഴിച്ചതിന് ശേഷം. അപ്പം നമ്മുടെ എഗ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമ്മൾ അടുത്തത് ഗാർലിക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിലും നമ്മൾ ഫില്ലിംഗ് ഒന്നും ഇല്ലാണ്ട് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ തവയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ 2 ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ബട്ടർ, അതുപോലെ വെളുത്തുള്ളി ചതച്ചതൊരു 1/2 ടീസ്പൂണോളം ഉണ്ട്. അതും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ വെളുത്തുള്ളീൻ്റെ അളവൊക്കെ നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ആണ്, ഈ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൊറോട്ടയുടെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഗാർലിക് പൊറോട്ട. ബട്ടറിൻ്റെയും ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും കറി ഇടുന്ന ആവശ്യമില്ല. കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് തവേന്ന് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നത് ഓനിയൻ പൊറോട്ടയാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ 2 ഭാഗം നന്നായിട്ട് കുക്കാക്കി എടുക്കുക. ഫില്ലിങ്ങുള്ള പൊറോട്ടകൾ ചെയ്യുന്ന സമയത്ത് ഉൾഭാഗം വേവാനായിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോഴേ ഉൾഭാഗത്ത് ആ ഒരു ഫില്ലിംഗ് കൂടെ കറക്റ്റ് നമുക്ക് വേവായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒനിയൻ മസാലയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് മസാലകളൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് പൊറോട്ടയും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. 2 ഭാഗവും കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് തവേന്ന് കോരി മാറ്റുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 പൊറോട്ട റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.